ഹായ് വെൽക്കം ബാക്ക് ടു എക്സസ് സ്കിൽ കോർണർ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു കൺവേർട്ട് ദി റോങ് ഡേറ്റ് ഫോർമാറ്റ് ടു കറക്റ്റ് ഫോർമാറ്റ്. എക്സൽ ഉപയോഗിക്കുന്ന ഒരു 100% ആൾക്കാർക്കും വരുന്ന ഒരു എററാണ് മാനുവലി ഡേറ്റ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ഡേറ്റ് മന്ത് ഇയർ ആണ് ടൈപ്പ് ചെയ്യാറ്. പക്ഷേ എക്സലിൻ്റെ ഫോർമാറ്റിൽ അത് ഒരിക്കലും കറക്റ്റ് ആവില്ല. ബിക്കോസ് എക്സൽ എടുക്കുന്നത് മന്ത് ഡേറ്റ് ഇയർ ആണ്. ഇപ്പോൾ എക്സാമ്പിൾ ഒരു സിനാരിയോ ഇവിടെ കാണാം. ഇപ്പോൾ ഡേറ്റ് സൈസ് ഇട്ടിട്ടുണ്ട്. ഞാനത് ടെസ്റ്റ് ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ ഇട്ടിട്ടുള്ള സിനാരിയോ കറക്റ്റാണെന്ന് അറിയാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യുന്നു. അതിനൊരു ഫോർമുല ഉപയോഗിക്കുകയാണ്. ടെക്സ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ വാല്യൂ സെലക്ട് ചെയ്തിട്ട് കോമ ഡബിൾ അപ്പോസ്ട്രോഫി മന്ത്. മന്തിൻ്റെ കറക്റ്റ് ഇടാൻ വേണ്ടിയാണ് ഡബിൾ അപ്പോസ്ട്രോഫി ക്ലോസ് ചെയ്തു. അപ്പോൾ ദാറ്റ് മീൻസ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏപ്രിൽ 1 ആയിരുന്നു. പക്ഷേ നമുക്ക് ആക്ച്വലി സിസ്റ്റം അക്സെപ്റ്റ് ചെയ്തത് ജനുവരിയാണ്. ജനുവരി മന്ത് ആണ് ഉദ്ദേശിക്കുന്നത്, 4th ഡേ. അതുപോലെ സെക്കൻഡ് ഉദ്ദേശിക്കുന്നത് ഫെബ്രുവരി മന്താണ്. ഇത് എനിക്ക് ഇതുപോലെ ആക്കണം. ദാറ്റ് മീൻസ് 4th ഏപ്രിൽ മന്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇത് എല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഓപ്ഷൻ ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ ഒരുപാട് ഡാറ്റ ഒക്കെ ഉണ്ടാവും. അതിന് നമുക്കൊരു എളുപ്പ വഴിയാണ് ടെക്സ്റ്റ് കോളംസിൽ വരിക. ഇവിടെ നമുക്ക് മൂന്നാമത്തെ സ്ക്രീൻ, നെക്സ്റ്റ് സ്ക്രീൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്കൊരു ഓപ്ഷൻ കാണാം, കോളം ഡേറ്റ് ഡാറ്റ ഫോർമാറ്റ് ജനറൽ ടെക്സ്റ്റ് ഡേറ്റ്. ഇവിടെ ഞാൻ ഡേറ്റ് സെലക്ട് ചെയ്തിട്ട് സെക്കൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യണം, ഡേറ്റ് മന്ത് വൈ. ഡേറ്റ് മന്ത് ഇയർ കഴിഞ്ഞാൽ എനിക്ക് കൺവേർട്ട് ചെയ്യണം, ഈ ഡേറ്റ് മന്ത് ഇയർ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിന് നമ്മളിവിടെ ഡെസ്റ്റിനേഷൻ ഒരു ഓപ്ഷൻ കാണാൻ ചോദിക്കും. സെയിം ഡെസ്റ്റിനേഷനിൽ തന്നെ വേണോ, ദാറ്റ് മീൻസ് ഡേറ്റിൽ തന്നെ വേണോ അതോ വേറെ ഡെസ്റ്റിനേഷൻ വേണോ. ഇപ്പോൾ ഞാൻ സെയിം ഡേറ്റ് സെൽ തന്നെ സെലക്ട് ചെയ്തു. ഇപ്പോൾ നമുക്ക് കാണാം ഓൾറെഡി ഇത് ചേഞ്ച് ചെയ്തു. അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഉദ്ദേശിച്ചത് എന്താണോ അവിടേക്ക് എത്തി. സോ ഇത് നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനാണ്. കാരണം ഒരുവിധം 100% എക്സൽ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഈ സിറ്റുവേഷൻ വരാറുണ്ട്. ഇപ്പോൾ നന്നായി പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ കൂടുതൽ വീഡിയോസ് കിട്ടാൻ വേണ്ടി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.